ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന വ്യവഹാരത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഇവർ ഈ ചാലഞ്ച് ചെയ്തിരിക്കുന്നത് FRBM ലെജിസ്ലേഷൻ ഉണ്ട്. അതിന് 2018 ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഭേദഗതിയിൽ അതിൻ്റെ 4ാമത്തെ വകുപ്പ് ഭേദഗതി ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു പൊതു കടസ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിർവചനം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജനറൽ ഗവൺമെൻറ് ഡെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഡെറ്റിനെ കുറിച്ച് പൊതുകടത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഉൾപ്പെടെയുള്ള ഈ ജനറൽ ഗവൺമെൻറ് ഡെറ്റ് നിയന്ത്രിക്കുവാൻ കേന്ദ്രത്തിന് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഈ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് അത് കേരള സംസ്ഥാനത്തിന് മാത്രം നിയന്ത്രിക്കുവാൻ കഴിയുന്ന സംസ്ഥാന ലിസ്റ്റിലെ, അതായത് ലിസ്റ്റ് 2-ലെ 43ാമത്തെ എൻട്രിയാണ്. അപ്പം കേന്ദ്രത്തിൻ്റെ നിയമപ്രകാരം കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു എൻട്രി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുകടത്തെ ഇങ്ങനെ ഒരു കേന്ദ്ര നിയമപ്രകാരം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ് റൈസ് ചെയ്തിരിക്കുന്നത്. അത് റൈസ് ചെയ്യുവാൻ ആധാരമായിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 293ാമത്തെ വകുപ്പാണ്. 293ാമത്തെ വകുപ്പ് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തിന് ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തു നിന്നും, ഇന്ത്യയുടെ ടെറിട്ടറിയിൽ എവിടെ നിന്നും കടമെടുക്കുവാൻ കഴിയും. അതിന് ബോറോ ചെയ്യുക, ധനസമാഹരണമെന്ന് നമുക്കിവിടെ വിശേഷിപ്പിക്കാം. അതിന് നിയന്ത്രിതമായിട്ടുള്ളത് ആ സംസ്ഥാനത്തിൻ്റെ നിയമം മാത്രമാണ്. അതാണ് 1ാമത്തെ ഉപവകുപ്പ് പറയുന്നത് 293-ൻ്റെ. 2ാമത്തെ ഉപവകുപ്പ് പറയുന്നത് കേന്ദ്രത്തിന് കടം കൊടുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ സംസ്ഥാനം എടുക്കുന്ന കടത്തിന് കേന്ദ്രത്തിന് ഗ്യാരണ്ടി കൊടുക്കുവാൻ കഴിയും. പിന്നീട് വരുന്ന 2 പ്രൊവിഷൻസ് അപ്പം മനസ്സിലാക്കണം. ആദ്യം ധനസമാഹരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. 2ാമത് കേന്ദ്രം സംസ്ഥാനത്തിന് കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, ഈ കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള കടത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കടമെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ കൺസെൻറ്റ് കൊടുക്കുവാനോ കേന്ദ്രത്തിന് കഴിയും. അപ്പോൾ അങ്ങനെ കൺസെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ 293ാമത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഈ വ്യവഹാരത്തിന് ആധാരമായിട്ട് വർത്തിക്കുന്നത്. ഈ 2018 FRBM നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതി മൂലം കേരള സംസ്ഥാന സർക്കാരിന് ബോറോ ചെയ്യുവാനുള്ള, ധനസമാഹരണം നടത്തുവാനുള്ള അവരുടെ അധികാര പരിധിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര നിയമം കടന്നു കയറിയിരിക്കുന്നത്. 293ാമത്തെ 1ാമത്തെ ഉപവകുപ്പ് പരിശോധിക്കുമ്പോൾ അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ഇന്ത്യയിൽ എവിടെ നിന്നും ബോറോ ചെയ്യുവാനുള്ളതിൻ്റെ പരിമിതിയായിട്ട് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമം ആണ് എന്നിരിക്കെ, ഈ FRBM ആക്ടിൽ 2018 നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഈ ബോറോ ചെയ്യുവാനുള്ള അധികാരത്തിലെ കേന്ദ്ര നിയമത്തിലൂടെയുള്ള കടന്നുകയറ്റമാണ്. പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്തൊരു കടന്നുകയറ്റം വളരെ വ്യക്തമായിട്ട് ദൃശ്യമാണ്. അതുപോലെ തന്നെ ഈ സൂട്ടിൽ ഉന്നയിച്ചിട്ടുള്ളതായിട്ട് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഗൗരവകരമായിട്ടുള്ള വിഷയം, എക്കാലവും കേന്ദ്രം കൊടുത്തിട്ടുള്ള, സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള കടത്തിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാനുണ്ടായിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ആ ഒരു ഗ്രൗണ്ടിൽ സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയുന്ന കടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചൂണ്ടിക്കാട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഇറാഷണലാണ് എന്നാണ് സംസ്ഥാനം എടുത്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട്. അത് തീർച്ചയായിട്ടും കോടതി പരിശോധിക്കും. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കടം ഇങ്ങനെ കേന്ദ്രത്തിന് ബാക്കി പണം കൊടുക്കാനുള്ളപ്പോൾ ക്രമാതീതമായിട്ടുള്ള കടമെടുക്കുന്നത് അത് ക്രമാതീതമാണോ അല്ലെങ്കിൽ യുക്തിസഹിതമായിട്ടുള്ളതാണോ എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ പരിശോധനയിൽ കോടതി അതിനകത്ത് പ്രസക്തി ഉണ്ട് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനകത്ത് ഇടപെടുവാൻ കഴിയും. എന്ന് മാത്രമല്ല, കേന്ദ്ര നിയമവും അത് വളരെ ആർബിട്രറിയാണ്, കേരളത്തിൻ്റെ ധനസമാഹരണത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നും കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഫയൽ ചെയ്തിരിക്കുന്ന സൂട്ടിനകത്ത് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. പിന്നെ കോടതി തന്നെ ഇപ്പോൾ ഫെബ്രുവരി 13 മറ്റോ ആണ് ഈ കേസ് ഇൻ്ററിം റിലീഫ്, ഇടക്കാല ആശ്വാസത്തിന് പരിഗണിക്കുവാൻ വേണ്ടി അത് വെച്ചിരിക്കുന്നത്. കോടതിയുടെ റെസ്പോൺസിൻ്റെ ഒരു ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഗൗരവകരമായിട്ട് കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നാം നമ്മുടെ ഫെഡറലിസത്തിൻ്റെ സ്വഭാവത്തെ പരിശോധിക്കുകയാണെങ്കിൽ അത് കോഓപ്പറേറ്റീവ് ഫെഡറലിസമാണ്, സഹകരണാത്മക ഫെഡറലിസമാണ്. ഒരു സംസ്ഥാനം എന്തൊക്കെ അതിൻ്റെ നയപരമായിട്ടുള്ള പാളിച്ചകളുമായിട്ടാണ് കാരണമായിട്ടാണ് എങ്കിലും
വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെങ്കിൽ അവരുടെ ബജറ്റ് അവതരണത്തിനെ തുടർന്നുള്ള ആ നയം നടപ്പാക്കുന്നത്, അപ്പം ഫിനാൻസ് ആക്റ്റും മണി ബില്ലും, അതും മണി ബില്ലും ഫിനാൻസ് ബില്ലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 നിയമങ്ങളായിട്ട് അത് നടപ്പാക്കുന്നതിൽ വളരെ ഗുരുതരമായിട്ടുള്ള പാളിച്ച വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തിലുള്ള ജനങ്ങളെയാണ് ബാധിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പബ്ലിക് ഇൻട്രസ്റ്റ് കോടതി കാണുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുകൊണ്ട് വിഭാവനം ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഭരണഘടനയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് കേന്ദ്രവും സംസ്ഥാനവും ഈ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ മസിൽ പിടിക്കുവാൻ വേണ്ടിയിട്ടല്ല, അത് ജനങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ. അപ്പോൾ ഇതൊരു കണ്ടിൻജൻസിയാണ് എന്നതുകൊണ്ട് തന്നെ ഈ 26,000 കോടി രൂപയുടെ ധനസമാഹരണം ആവശ്യമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക സാഹചര്യമാണ് കോടതിയുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് കണ്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്നൊരു റിലീഫ് കൊടുക്കുവാൻ, അതെങ്ങനെ ഏത് തരത്തിലുള്ള റിലീഫാണ് എന്നുള്ളതല്ല, പലപ്പോഴും ഒരു ഗോൾഡൻ മീൻ തത്വം ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് അടുക്കുവാനാണ് കോടതി ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ അതിനുള്ള സാധ്യത കൂടുതൽ കാണാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കാരണം ജനങ്ങളെ അത് ബാധിക്കും. ബജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങളുടെ ഗുഡ് ഗവേണൻസിനെ ബാധിക്കും, ജനങ്ങളുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ കോടതി ഇതിനെ കുറച്ച് കൂടുതൽ ഗൗരവമായിട്ട് കാണുവാനും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോമിസ് സർക്കാരിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുവാനും ശ്രമിച്ചേക്കാം. ഈ സെക്ഷൻ 4 FRBM ആക്ടിൻ്റെ അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഭരണഘടനാ പരത പിന്നീട് പരിശോധിച്ച് അത് ഇൻവാലിഡേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനൊക്കില്ല. ഈ വ്യവഹാരം ഒരു അൺപ്രീസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യവഹാരമാണ്. ഇത്തരത്തിൽ സമാനമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു ഒറിജിനൽ സൂട്ട് ഇതിന് മുമ്പ് ഫയൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് FRBM ആക്ടിൻ്റെ ഭേദഗതിയുമായിട്ട് വന്നിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള കേന്ദ്രം കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്ന വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എ ലെജിസ്ലേഷനാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനത്തിനെ ഇത് ബാധിക്കുകയില്ല. പിന്നെ നേരത്തെ ഡോക്ടർ വിജയകുമാർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് ബഹുമാനിക്കുമ്പോൾ തന്നെയും അതിനോട് വിയോജിപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഈ FRBM ആക്ടിനെ സംബന്ധിച്ച് അത് സംസ്ഥാനങ്ങൾ അപ്രൂവ് ചെയ്തിട്ടാണ് നിയമം അത് പാസ്സാക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിനകത്ത് വസ്തുതാപരമായി ഒരു ചെറിയ പിശകുണ്ടായിരിക്കാം. കാരണം ഇപ്പം കേന്ദ്രം ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ 7ാമത്തെ പട്ടിക പ്രകാരം മാത്രമേ പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു നിയമത്തിന് അധികാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 252ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നിയമസഭകൾ റെസല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ 2ഓ അതിലധികമോ ഏതൊക്കെ നിയമസഭ പാസ്സാക്കുന്ന റെസല്യൂഷനാണോ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ FRBM ആക്ടിനെ സംബന്ധിച്ച് നയപരമായിട്ടുള്ള ചില കൺസെൻസസ് ഉണ്ടെങ്കിലും നിയമനിർമ്മാണ സഭ നിയമം പാസ്സാക്കുമ്പോൾ അങ്ങനെ ഒരു കടന്നുകയറ്റം അനുവദനീയമല്ല. കോടതി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും.